ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് നമ്മുടെ ഹീറോ ഹോണ്ട പാഷൻ പ്ലസ് ആണ് വണ്ടി. ടെസ്റ്റ് വർക്കുമായി ബന്ധപ്പെട്ട് വർക്കിന് വന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പെയിൻറ്റിങ് തുടങ്ങിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ അയച്ച് ക്ലിയർ ചെയ്ത് പെയിൻറ്റ് ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് പോയി എടുത്തു നേർന്നതാണ്. അപ്പോൾ നമ്മൾ ചെന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി പെട്രോൾ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം കാണിക്കുന്നുണ്ടായിരുന്നു. പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് കാർബറേറ്ററിയുടെ അടിഭാഗത്തൂടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ വണ്ടി ബാക്കിയത്തെ ഭാഗങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുക. ഇതൊക്കെ പെയിൻറ്റ് ചെയ്ത് കയറ്റിയ ഭാഗങ്ങളാണ്. ചേസൊക്കെ ഫുൾ പീസാക്കിയിട്ട് ചേസിൻ്റെ ഭാഗം അടക്കമാണ് നമ്മൾ പെയിൻറ്റ് അടിച്ചേർന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ കാർബറേറ്ററിൻ്റെ ഭാഗവും കൂടി നമ്മൾ ടാങ്കൊക്കെ ക്ലീൻ ചെയ്തു, കാർബറേറ്ററിൻ്റെ ഭാഗം ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട്, ഓവർഫ്ലോൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് ശരിക്കും ഓവർഫ്ലോ കംപ്ലയിൻറ്റ് കാണിക്കാനൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോട്ട് വാൽവ് എന്ന് പറയുന്ന ഈ യൂണിറ്റാണ്. ഈ യൂണിറ്റ് കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ, ഇപ്പോൾ ഇതിൻ്റെ ഈ കൂർത്ത ഭാഗം ഉണ്ടല്ലോ, അത് കറക്റ്റ് ഒരു ഹോളിൻ്റെ ഉള്ളിൽ വന്നിട്ട് ബ്ലോക്കായി നിൽക്കണം. അത് നമുക്ക് ഈ റിസർവ് ഇതിനകത്ത് കപ്പാസിറ്റി ആയി കഴിയുമ്പോൾ ഈ ഫ്ലോട്ട് പെട്രോളിൻ്റെ അനുസരിച്ച് പൊന്തുകയും ഈ ഐറ്റം ചെന്ന് ആ വാൽവ് അടച്ചു വയ്ക്കുകയും ചെയ്യുക. അതാണ് സംഭവം ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലോട്ട് വാൽവ് ഒന്ന് അടയുന്ന ഭാഗത്ത് അത്യാവശ്യം കാലപ്പഴക്കം കൊണ്ട് വന്നേക്കണം ഒരു ചെറിയ സ്റ്റെപ്പ് പോലെ വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലാണ്. അതൊന്ന് മാക്സിമം നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം വന്നുകൂടായില്ല. ഞാനിപ്പോൾ തൽക്കാലം ഈ ഫ്ലോട്ട് വാൽവ് മാറ്റിയിട്ട് പുതിയതോരാണ് സെറ്റ് ചെയ്യണേ. കാരണം ചിലപ്പോൾ പുതുമയുടെ ആ പുതിയതിൻ്റെ ഒരു പെർഫോമൻസിൽ ഒരു പക്ഷേ ചിലപ്പോൾ ലീക്ക് ഇല്ലാതെ കിട്ടിയാലോ എന്ന് വെച്ചിട്ടാണ് ആ രീതിയിൽ ചെയ്യുക. നല്ല രീതിയിൽ ഓവർഫ്ലോ ഉണ്ടായിരുന്നു, നല്ലോണം പെട്രോൾ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കണുണ്ട്. നമുക്ക് പരമാവധി അത് ചെയ്യാൻ പറ്റാമെന്ന് അതാണ് ചെയ്യുക. കാരണം പഴക്കം കൊണ്ട് സംഭവിച്ചതാണ്. പഴക്കം വരുന്ന സമയത്ത് വരുന്ന തേമാനം വരുന്ന കൂട്ടത്തിൽ വരുന്നൊരു പ്രോബ്ലമാണ് ഇതൊക്കെ. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യണമുണ്ട്. ഒരു പക്ഷേ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം എന്തെങ്കിലും വീണ്ടും റിപ്പീറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഈ കാർബറേറ്റർ അസംബ്ലി യൂണിറ്റ് മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കും കേട്ടോ. അപ്പോൾ ഞാൻ അഴിച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. കാർബറേറ്ററിൻ്റെ അവസ്ഥ മെയിനായിട്ടൊരു നമുക്കൊരു മെയിൻ കംപ്ലയിൻ്റ് ആയിട്ട് വരുന്നൊരു പാർട്ടായതുകൊണ്ട് അതെടുത്ത് കൃത്യമായിട്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഓവർഫ്ലോ റിപ്പീറ്റ് വീണ്ടും വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം നമ്മൾ ടാങ്ക് അടക്കം ക്ലീൻ ചെയ്തിട്ടാണ് ഇപ്പോൾ റീസെറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പിന്നീട് ഓവർഫ്ലോ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഈ രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പരമാവധി വരില്ല എന്ന് വേണം വിചാരിക്കാനായിട്ട്. ബൈ ചാൻസ് വന്നാൽ വേറൊരു ഓപ്ഷൻ ഇല്ല നമുക്ക്. ഓക്കെ.